بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم: 70,000 من أمتي يدخلون الجنة بغير حساب ولا عذاب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട 70,000 ആളുകൾ ഒരു വിചാരണയും ഇല്ലാതെയും ഒരു ശിക്ഷയും അനുഭവിക്കാതെയും സ്വർഗത്തിലേക്ക് കടക്കും. സ്വർഗത്തിൽ കിടക്കണമെങ്കിലും നരകത്തിൽ കിടക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണ നേരിടേണ്ടി വരും. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് പോകാൻ കഴിയില്ല. രണ്ട് രീതിയിലാണ് അള്ളാഹു വിചാരണ നടത്തുക. ഒന്ന് രഹസ്യ വിചാരണയാണ്, മറ്റൊന്ന് പരസ്യ വിചാരണയാണ്. രഹസ്യ വിചാരണ അള്ളാഹു അവൻ്റെ അടിമയെ അള്ളാഹുവിൻ്റെ അടുക്കിലൊക്കെ അടുപ്പിച്ച് നിർത്തി മറ്റാരും കാണാത്ത രീതിയിൽ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. അവൻ ചെയ്ത തെറ്റുകളെ അവനെ കാണിച്ചു കൊടുക്കും. അടിമ അതെല്ലാം സമ്മതിച്ചു കഴിയുമ്പോൾ അള്ളാഹു പറയും, സത്തർതു ഹാലേക്ക് ഫി ദുനിയ, നീ ചെയ്ത തെറ്റുകളൊന്നും മറ്റാരെയും ഞാൻ ദുനിയാവിൽ വെച്ച് അറിയിച്ചില്ല. അത് ഞാനും നീ തമ്മിൽ രഹസ്യമായിരുന്നു. ഇന്ന് ഞാൻ ആരെയും അത് അറിയിക്കുന്നില്ല. വഫർതു ഹാലക്, ഞാൻ അത് നിനക്ക് പുറത്തു തരികയാണ്, നീ ഉൾക്കൊള്ളാൻ പറയും. അതാണ് ചെറിയ ഹിസാബി യസീർ, ചെറിയ വിചാരണ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കാറില്ല, പടച്ചവനെ വിചാരണ എളുപ്പമാക്കി തരണേ. അത് മറ്റാരും അറിയുന്നില്ല. ദുനിയാവിലും നമ്മുടെ തെറ്റുകൾ ആരും അറിഞ്ഞില്ല, നമ്മൾ നാണം കെട്ടില്ല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലും ആരെയും അറിയിക്കാതെ അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് ഒരു ചെറിയ വിചാരണയിലൂടെ കാര്യങ്ങൾ അവസാനിച്ചു. മറ്റൊരു തരം വിചാരണയുണ്ട്, അത് പരസ്യ വിചാരണയായിരിക്കും. അള്ളാഹു ആ കോടാനുകൂടി മനുഷ്യരുടെ മുന്നിൽ വെച്ച് ഉറക്കെ വിളിച്ചു ചോദിക്കും. നമ്മൾ ചെയ്ത തെറ്റുകളെ പരസ്യപ്പെടുത്തും. നീ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തില്ലേ? അതാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത്. നമ്മുടെ രഹസ്യങ്ങൾ മുഴുവനും മാലോകർ അറിയുകയാണ്. ആരും അറിയാതെ നമ്മൾ ചെയ്ത തെറ്റുകൾ മനുഷ്യർക്ക് മുമ്പിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയുകയാണ്. പരസ്യ വിചാരണയാണ്. പരസ്യ വിചാരണയ്ക്ക് ആരെങ്കിലും വിധേയരായാൽ ശിക്ഷ ഉറപ്പാണ്. അവർക്ക് അദാബുണ്ടാവും. രഹസ്യ വിചാരണ നടത്തുന്നവർക്ക് അദാബുണ്ടാവില്ല. അങ്ങനെ അള്ളാഹു മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ഈ തെറ്റുകൾ പരസ്യപ്പെടുത്തി വിചാരണ നടത്തിയ ശേഷം ശിക്ഷയും കഴിഞ്ഞിട്ടാണ്, അടിസ്ഥാന വിശ്വാസം ഉണ്ടെങ്കിൽ നരകശിക്ഷയും കഴിഞ്ഞാണ് സ്വർഗത്തിലേക്ക് എത്തുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതൊന്നുമില്ലാതെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾക്ക് അവർക്ക് വിചാരണയില്ല, അവർക്ക് ശിക്ഷയുമില്ല, അവർ നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അതാരാണെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഹുമുല്ലദീന ലാ യർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂന. അവർ രോഗം വന്നാൽ മന്ത്രിക്കാത്തവരും മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരും ലക്ഷണം നോക്കാത്തവരുമാണ്. എല്ലാം പടച്ചവനിലേക്ക് ഭരമേൽപ്പിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ മുന്നിൽ ഒരു കാര്യകാരണങ്ങളെ ആശ്രയിക്കില്ല, എല്ലാം നേരിട്ട് പടച്ചവനിലേക്ക് ബന്ധപ്പെടുത്തും. രോഗം വന്നാൽ ചികിത്സിക്കില്ല, മന്ത്രിക്കില്ല, ഒന്നും ചെയ്യാതെ എല്ലാം റബ്ബ് അള്ളാഹു ചെയ്യട്ടെ, അള്ളാഹു ശിഫയാക്കട്ടെ, എല്ലാം പടച്ചവനിലേക്ക് നേരിട്ട് വരവേൽപ്പിക്കുന്ന മുത്തവക്കീലീങ്ങളായ ആളുകളാണ് ഈ ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ അവരൊക്കെ അങ്ങനെയായിരുന്നു. മരണസമയത്ത് പോലും രോഗം മൂർച്ഛിച്ച സമയത്ത് ചികിത്സിക്കാൻ ആളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നത്, വേണ്ട, ചികിത്സിക്കാൻ ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്താ ഡോക്ടർ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് സുഖപ്പെടാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മലക്കിനെയാണ്, പ്രത്യേകിച്ച് ആരും വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ ആരെയും ആശ്രയിക്കാതെ, കാര്യകാരണങ്ങളെ ആശ്രയിക്കാതെ എല്ലാം റബ്ബ് എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ മുത്തവക്കീലുകൾ എന്ന് പറയുന്നത്. പ്രവാചകൻ ഇത് പറയുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു സഹാബി ഉക്കാഷ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ ഉദുഉല്ലാഹ യജ്അലനി മിൻഹും, ആ 70,000 എന്നെ പെടുത്താൻ വേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അന്ത മിൻഹും, നീ ആ 70,000 പെട്ട ആളെന്ന് അദ്ദേഹത്തോട് പറയുന്നു. അതുകൊണ്ട് മറ്റൊരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, എന്നെയും ആ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം നബി. അദ്ദേഹം സബഖക ബിഹാ ഉക്കാഷ, ആ ഒരു പോസ്റ്റ്, ഒരു ചാൻസാണ് ഉണ്ടായിരുന്നത്, അത് ഉക്കാഷ നേടിക്കഴിഞ്ഞു, ഇനി ഒഴിവില്ല എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അത്തരക്കാരിൽ അള്ളാഹു നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിസാബിനെ അള്ളാഹു നമ്മൾക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. സ്വർഗം നിന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.